മൂന്നോ നാലോ പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം നമ്മളതിൻ്റെ മുകളിലേക്ക് നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം വെള്ളം നന്നായി വാർന്നതിന് ശേഷം നമ്മൾ മസാലയൊക്കെ ചേർത്ത് വെക്കുന്നുണ്ട്. ഇന്ന് പൊരിച്ചെടുത്തിട്ടുള്ള അടിപൊളി കറിയാണ് കേട്ടോ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആണ്. രാവിലത്തെ തിരക്കിലാണ് കേട്ടോ. രാവിലെ നമ്മൾ നിസ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പയറൊക്കെ നന്നായി വെള്ളിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് അണുബാധയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ തെളിച്ച് കൊടുക്കുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്താൽ പെട്ടെന്ന് നമ്മളെ ആ കറുത്ത ഒരു ചായ എന്ന് പറയും, അത് വരാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പൂവൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഗ്രോ ബാഗിലൊക്കെ നട്ട പായെടുത്ത് ചീരയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കാണാൻ ഭംഗിയോടുകൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും അതുപോലെ പഴത്തൊലി നമ്മളെ നോമ്പ് തുറക്ക് എടുക്കണ പഴത്തിൻ്റെ തൊലികളെല്ലാം ഒരു പാത്രത്തിലിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു ചൂലുണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല നല്ല കാറ്റിന് നല്ല കാറ്റടിച്ചപ്പോൾ 2-3 നല്ല തെങ്ങിൻ പട്ട വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അടിപൊളി ഒരു ചൂലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ചിക്കൻ പൊരിച്ചെടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. നോമ്പ് തുറക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കുക്കറിൽ തന്നെയാണ് ഇന്നും പൊടി വാട്ടിയെടുക്കുന്നത്. ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, നല്ല സോഫ്റ്റും കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുക്കറിൽ പിന്നെ നമ്മൾ നന്നായി ഇളക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ മൂടി വെച്ചിട്ട് ഒക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുഴച്ചെടുത്ത് ശരിയായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ ചിക്കനൊക്കെ പൊരിച്ച് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ. ഒരു 3 മണിക്ക് ശേഷമാണ് അടുക്കളയിൽ കയറിയത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കറിയും പത്തിരിയൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടും ഒപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം, പത്തിരി ഓരോന്നായി പരത്തിയെടുക്കാം. അങ്ങനെ ഓരോ ജോലിയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ കറിയിലേക്ക് പൊടികളും ഒക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള കറിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പത്തിരി ഇങ്ങനെ പരത്താൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി കുഴക്കുകയും വേണം കേട്ടോ. പിന്നെ കുക്കറിലാകുമ്പോൾ ഒരുപാട് കുഴച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ ഒന്ന് കുഴച്ച് നന്നായി ഒന്ന് ശരിയാക്കി എടുക്കണം. അങ്ങനെ കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊരിച്ച് ഒന്ന് കറി ഉണ്ടാക്കി നോക്കി, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പത്തിരിയൊക്കെ ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. വിറകടുപ്പിലാണ് ഇതൊക്കെ ചെയ്യണത്.
അങ്ങനെ കറിയിലേക്കല്ലാതെയും കുറച്ച് ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അതിന് ശേഷം കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ കൂടുതലും നാരങ്ങ വെള്ളം അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. ഇന്ന് കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുത്തു. അതിന് ശേഷം കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഉപ്പിലിടുകയാണ്. നമുക്ക് മുള്ളൻ ചക്കയും മാങ്ങയും ഒക്കെ നമ്മളെ തൊട്ട വീട്ടിലെ അയൽവാസികൾ തന്നതാണ് കേട്ടോ. ഇങ്ങനെ പഴുക്കാനൊന്നും ആയിട്ടില്ല, എങ്കിലും പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെച്ച് പഴുപ്പിച്ചെടുക്കണം. പിന്നെ അത് ഉപ്പേരിയും മസാലയാക്കിയിട്ടും അടിപൊളിയായിട്ടൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ നന്നായി തുടച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ തുടച്ചെടുത്ത് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ പീസാക്കി എടുക്കാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് ദിവസം ഇരിക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ നമ്മൾ കുപ്പിയിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുപ്പി ഗ്ലാസ് അല്ല ജാറ് എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതുപോലുള്ള ജാറിലാണ് നമ്മൾ ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ ഇങ്ങനത്തെ ജാറ് പ്രത്യേകം നോക്കിയെടുക്കണം കേട്ടോ. പിന്നെ നോമ്പ് തുറ കഴിഞ്ഞാൽ ഞങ്ങൾ കഞ്ഞി കുടിക്കാറുണ്ട്. കഞ്ഞിയിലേക്കൊക്കെ നമുക്ക് ഈ അച്ചാറും കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് കഞ്ഞി കുടിക്കാറുണ്ട്. കുറച്ച് മുമ്പ് ഉണ്ടാക്കി വെച്ചത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഉപ്പും പിന്നെ അതുപോലെ തിളപ്പിച്ച് നന്നായി ആറിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ നോമ്പ് തുറ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മൾ വൈകുന്നേരങ്ങളിലും നമ്മളെ ചെടികളിലൂടെയും കൃഷിയൊക്കെ ഉണ്ടാക്കുക, ചെറിയ ചെറിയ കൃഷികളാണെങ്കിലും നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അതൊക്കെ കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.